വൈകുന്നേരം ഏട്ടൻ വന്നപ്പോൾ മത്തി കൊടുന്നുണ്ടായിരുന്നു. ഫ്രഷ് മത്തിയാന്ന് പറഞ്ഞിട്ടാണ് കൊടുന്നത്. അത്രയ്ക്ക് ഫ്രഷൊന്നും അല്ല കേട്ടോ. കുറച്ച് കൊടുന്നുണ്ടായിരുന്നുള്ളൂ. നല്ലതല്ലെങ്കിലോ എന്ന് പേടിച്ചിട്ട് തന്നെ അത്ര അധികമൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് നന്നാക്കി വേഗം കഴുകിയെടുത്തു. അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പിട്ടിട്ട് ഒന്ന് മസാല തേച്ച് പിടിപ്പിച്ച് ഒന്ന് വറക്കാമെന്ന് വിചാരിച്ചു. ചെറിയ 2 അയിലക്കുട്ടിയും കൂടി ഉണ്ടായിരുന്നു അതിൽ. ഇപ്പോൾ കിട്ടുന്ന മത്തിയിലൊക്കെ പരിന്നലുണ്ടല്ലേ, ഇതിൻ്റെ മുട്ട. ചെറിയ മത്തിയാണെങ്കിൽ പോലും അതിലും കൂടി ഉണ്ടാവും. എല്ലാത്തിലും മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചു. കറിവേപ്പിലയും ഒക്കെ എടുത്ത് വെച്ചു. വെളുത്തുള്ളിയിൽ ഞാനിന്ന് വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതയ്ക്കും. അങ്ങനെ വല്ലാണ്ട് ഇതാക്കില്ല, ഒന്ന് പൊട്ടിക്കും. ഇല്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയിലിടുമ്പോൾ അത് പൊട്ടിത്തെറിക്കുമല്ലോ. എന്നിട്ട് തന്നെ ഒരെണ്ണം പൊട്ടിത്തെറിച്ചു. അപ്പം ഞാൻ വെറുതെ ഒന്ന് ചതച്ചിട്ട് മത്തിയുടെ ഇതിൽ കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ അത് മത്തി വറുത്ത് കിട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതും ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വെളുത്തുള്ളി കഴിക്കാൻ വേണ്ടിയിട്ട്. മത്തി വറുത്ത് കഴിഞ്ഞിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ പരിന്നലും ഞാൻ വറുത്തെടുത്തു. പരിന്നൽ വറക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പൊട്ടിത്തെറിക്കുമല്ലോ. അപ്പം ഞാനൊരു വാഴയുടെ ഇലയൊക്കെ വെച്ചിട്ട് അടച്ചു വെച്ചിട്ടാണത് ഒന്ന് വറുത്തത്. ഈ മീൻ മുട്ട ഒരുവിധം ആളുകൾക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്താ പറഞ്ഞിട്ട് കാര്യം, കുറച്ചേ കിട്ടുള്ളൂ. എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് നോക്കാനൊക്കെ തന്നെ അത് ഉണ്ടാവുള്ളൂ. പൊന്നൂന് ഇവിടെ ഭയങ്കര ഇഷ്ടമാണത്. മുട്ടയൊക്കെ വറുത്ത് കഴിഞ്ഞ് മാറ്റി അതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ ഞാൻ 2 കയ്യിൽ ചോറിട്ടു. എന്നിട്ട് ലേശം ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തു. അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരെങ്കിലും അങ്ങനെ കഴിക്കാറുണ്ടോ? പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ കഴിക്കാറുണ്ട്. എൻ്റെ ഇവിടെ ഏട്ടൻ്റെ അച്ഛനൊക്കെ അങ്ങനെ കഴിച്ചിട്ടാണ് എനിക്ക് കാണിച്ചു തന്നേക്കണത്. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് അത് കഴിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ചൂടോടുകൂടി അത് കഴിക്കുമ്പോൾ നല്ലൊരു രുചിയല്ലേ. അപ്പോൾ ഞാൻ വേഗം ആ ചോറ് തന്നെ 2 മീനൊക്കെ എടുത്തിട്ട് കഴിച്ചു. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി.